Hello everyone, welcome to Computer Science Hub. ഇന്ന് നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. കമ്പ്യൂട്ടർ സയൻസ് ഹബ്ബ് ഇതുവരെ നമുക്ക് കോളേജ് ലെവൽ ഡിപ്ലോമ, ദെൻ ബി എസ് സി ബി സി എ, ബി ടെക് അങ്ങനെയുള്ള കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ക്ലാസ്സസ് ആയിരുന്നു, സബ്ജക്ട്സ് ആയിരുന്നു നമ്മൾ ഡീൽ ചെയ്തിരുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഡീലിംഗ് വിത്ത് +1 ആൻഡ് +2 കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് വീഡിയോ നമ്മൾ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെയാണ് ചെയ്യുന്നത്. സോ നമ്മളൊരു ഇൻട്രോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഈ ഒരു പ്ലേലിസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസ് സബിൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു ഒരു ഡ്രീം ആയിരുന്നു +1 +2 കൂടി നമ്മളുടെ ഏരിയ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്ന്. അപ്പോൾ പ്ലാൻ ചെയ്യുന്നത് +1 ആൻഡ് +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇവരുടെ എല്ലാം കമ്പ്യൂട്ടർ സയൻസിൻ്റെ സബ്ജക്റ്റാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ചാപ്റ്റേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുണ്ടായിരിക്കും. എന്തായാലും എനിവേ നമ്മളൊരു 3 ഓരോ കാറ്റഗറിയിലും +1ലും +2ലും ഒരു 3 പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് സിലബസ് വൈസ് നമ്മളുടെ വീഡിയോസ് കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വീഡിയോ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടോപ്പിക്കാണ് ഇത്. ചാപ്റ്റർ 1 ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, +1 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 1 ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ആൻഡ് ഈ ഒരു ടോപ്പിക്ക് കമ്പ്യൂട്ടർ സയൻസ് +1 കമ്പ്യൂട്ടർ സയൻസിന് മാത്രമാണ് ഉള്ളതാണ് കേട്ടോ. ഇപ്പോൾ കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ പോലെയുള്ള ഒരു ബേസിക് കൺസെപ്റ്റ്സ് ആണ്. രണ്ടും ഒരുപോലെയായിരുന്നു. ആൻഡ് സയൻസിന് മാത്രമാണ് ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് വരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺസ് ആൻഡ് മെഷീൻ എവല്യൂഷൻ. അപ്പോൾ ബേസിക്കലി ഇതൊരു പക്ക തിയറി ആയിട്ടാണ് വരുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ദെൻ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെ കുറേ തിയറി ആയിട്ടുള്ള കൺസെപ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പം ഇന്ന് computers now play a major role in almost every aspect of life and influence our lives in one way or the other. സോ നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്ത ആരും ഉണ്ടായിരിക്കില്ല. ഇന്ന് എല്ലാവരും ഒരു പ്രോഗ്രാമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്, മൊബൈൽ ഫോൺസ് ആയാലും കമ്പ്യൂട്ടേഴ്സ് ആയാലും യൂസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഏത് ഒരു ഡേ ടു ഡേ ലൈഫ് നോക്കി കഴിഞ്ഞാലും അതിലെവിടെയെങ്കിലുമൊക്കെയും ഒരു ടെക്നോളജി, കമ്പ്യൂട്ടറോ മൊബൈലോ ഒക്കെ കാണാം നമുക്ക്, അല്ലേ? സോ ടുഡേ ഓൾമോസ്റ്റ് എവ്രി വൺ ഇസ് എ കമ്പ്യൂട്ടർ യൂസർ ആൻഡ് മെനി ഓഫ് us ആർ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്. The concept of computing has evolved from abacus to supercomputers of today. അപ്പോൾ നമ്മൾ അബാക്കസ് ഒക്കെ ഉണ്ടായിരിക്കും, സിമ്പിൾ നമ്മൾ മാത്തമാറ്റിക്സ് എല്ലാം ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ്, അല്ലേ, ഒരു അബാക്കസ് എന്ന് പറയുന്നത്. സോ ഒരു അബാക്കസ് തൊട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ലാർജ് കമ്പ്യൂട്ടേഴ്സ് ആണ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് കൗണ്ടിങ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് പൊസിഷണൽ നമ്പർ സിസ്റ്റം, ഇവല്യൂഷൻ ഓഫ് ദ കമ്പ്യൂട്ടിംഗ് മെഷീൻ. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ 1 ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ ചാപ്റ്റർ 1 ഈ രണ്ട് ടോപ്പിക്കാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം, പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഇപ്പോൾ പണ്ട് ആൾക്കാർ ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് കുറേ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പയ്യെ നമ്പേഴ്സ് കണ്ടുപിടിച്ചു, നമ്പർ സിസ്റ്റംസ് കണ്ടുപിടിച്ചു, അങ്ങനെ പല നമ്പർ സിസ്റ്റംസും വന്നു. അപ്പോൾ ആ നമ്പർ സിസ്റ്റംസിനെ പറ്റിയൊക്കെ ഒരു ഇൻട്രോ ആണ് ഉള്ളത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളുടെ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ ഒരു എവല്യൂഷൻ, അതുമാണ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീനും കൂടിയാണ് ഇന്ന് നോക്കുക. സോ ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺ ആൻഡ് മെഷീൻ എവല്യൂഷൻ. ഇൻ ആൻഷ്യൻ്റ് ടൈംസ് പീപ്പിൾ യൂസ് സ്റ്റോൺസ് ഫോർ കൗണ്ടിങ്. അപ്പോൾ ആദ്യത്തെ ആൾക്കാർ നമ്മൾക്ക് കൗണ്ട് ചെയ്തത് സ്റ്റോൺസ് വെച്ചിട്ടായിരുന്നു കൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് കൗണ്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ പണ്ടത്തെ കാലത്തെ ഓരോ ഡിഫറെൻറ്റ് സിവിലൈസേഷൻ്റെയൊക്കെ
എന്തെങ്കിലുമൊക്കെ പഴയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുകിട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഡാറ്റ എഴുതി വെക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണമെങ്കിലോ ഒക്കെ അവർ ആദ്യം ചെയ്തിരുന്നത് ദേ മെയ്ഡ് സ്ക്രാച്ചസ് ഓൺ വാൾസിലൊക്കെയും ഈ ചുവരിലൊക്കെയും ഇങ്ങനെ സ്ക്രാച്ചസ് സ്റ്റോൺസ് കൊണ്ടൊക്കെ സ്ക്രാച്ചസ് ഇടുക. ദെൻ അതല്ലെങ്കിൽ ഇപ്പോൾ കൗണ്ടിങ് ഒക്കെ ആണെങ്കിൽ ഒരു റോപ്പിൽ ഇങ്ങനെ ടൈഡ് നോട്ട്സ് ഓൺ ദ റോപ്സിലൊക്കെ ഇങ്ങനെ കെട്ടുക. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കൗണ്ടിങ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇനീഷ്യൽ കാര്യങ്ങൾ ട്ടോ. പതുക്കെ പതുക്കെ നമ്മൾ ഓരോ ഈ മാനുവൽ ടെക്നിക്കൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് മെഷീൻസ് മാനുവലി മാറ്റി കുറച്ച് മെഷീൻസ് ഈ കൗണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടോ മെഷീൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. It is important to note that the system that we use every day is a product of thousands of years of progress and development. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമല്ലേ. നമ്മൾ ഇന്ന് ഇപ്പോൾ മൊബൈൽ ഫോൺസും കമ്പ്യൂട്ടേഴ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ ആൻഷ്യൻ ടൈമിൽ നിന്ന് ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടന്നതിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിലുള്ളതല്ലേ. അപ്പൊ ആദ്യം ഇവര് സ്ക്രാച്ചസും വാളിൽ സ്ക്രാച്ചസ് വരുത്തി അല്ലെങ്കിൽ റോപ്പ് ടൈ ചെയ്തിട്ടൊക്കെയാണ് കൗണ്ടിങ് നടത്തിയിരുന്നത്. ദെൻ അവിടുന്ന് പതുക്കെ പതുക്കെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. So it represents contributions of many civilizations and cultures. So the number system is a method in which we represent numbers. അപ്പോൾ ആദ്യം ഇങ്ങനെ സ്ക്രാച്ചസ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു, നോട്ട്സ് ഇട്ടു എന്ന് പറഞ്ഞു. പയ്യെ പയ്യെയാണ് നമുക്ക് നമ്പർ സിസ്റ്റം, നമ്പേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു, നമ്പർ സിസ്റ്റംസ് കൊണ്ടുവന്നു. അപ്പോൾ ദ ക്രോണോളജിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ദ നമ്പർ സിസ്റ്റം ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി, ഇതൊക്കെയാണ് നമ്മൾ ഉള്ള നമ്പർ സിസ്റ്റംസ്. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, സമേരിയൻ ഓർ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം, Chinese number system, Greek number system, Romans number system, Mayans number system, and Hindu-Arabic number system. അപ്പോൾ ഈ നമ്പർ സിസ്റ്റംസ് ഒക്കെ നമുക്ക് നോക്കാം. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്റർ ഒരു തിയറി ചാപ്റ്റർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അപ്പുറം നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇൻഫർമേഷൻസ് മനസ്സിലാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരൊറ്റ പാരഗ്രാഫിലാണ് ഈ ഒരു എല്ലാ നമ്പർ സിസ്റ്റംസും പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഓരോ നമ്പർ സിസ്റ്റംസും കുറച്ച് ഡീപ്പർ ആയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു എക്സാമിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് ഒരുപാട് ഇരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് മാത്രം നമ്പർ സിസ്റ്റംസ് നോക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്കിതൊരു ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ നമ്മൾ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് എന്ന് മാത്രം. അപ്പം നമുക്ക് നോക്കാം ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം എമേർജ്ഡ് അറൌണ്ട് 3000 BC. ഇപ്പോൾ BC ആണ് കേട്ടോ. അപ്പോൾ 3000 BCയിലാണ് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം വന്നിട്ടുള്ളത്. ആൻഡ് ആ നമ്പർ സിസ്റ്റം 10 ആണ് അതിൻ്റെ ബേസ്. റാഡിക്സ് ആയിട്ട് 10 തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ദേ ഹാഡ് യുണീക്ക് സിമ്പിൾസ് ഫോർ 1 to 9, 10 to 90, 100 to 900, 1000 to 9000. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നോക്കിയാൽ 1 to കണ്ടോ, ഇതാണ് 1 കാണിക്കുന്നത്, ഇത് 2, 3, 4 അല്ലെങ്കിൽ ലൈൻസ് ആണ്. അപ്പോൾ 1 to 9 എന്തായാലും ഇതുപോലത്തെ നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ 10 എത്തിക്കഴിഞ്ഞാൽ കണ്ടോ, അത് ഇതുപോലെ ഷേപ്പ് അല്ലേ, ഇങ്ങനെയാണ് കാണിക്കുന്നത്. 100ന് ഇതാണ് ഒരു ഷേപ്പ്, 1000ന്റെ ഷേപ്പ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും അവർക്ക് ഡിഫറെൻറ്റ് കാറ്റഗറിക്ക് യുണീക്ക് സിമ്പിൾസ് ഉണ്ടായിരുന്നു. As the Egyptians write from right to left, the largest power of 10 appears to the right of the other numeral. അപ്പോൾ ഇതിൽ നമ്മൾ നോർമലി ചെയ്ത് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, ഈജിപ്ഷ്യൻസ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പം നമ്മളുടെ ഓപ്പോസിറ്റ് ആണ്, ലാർജ് പവർ റൈറ്റിലാണ് അത് നമ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിനെ പറ്റി നോക്കാനുള്ളത്. അപ്പോൾ ഇത് നോക്കുക, 3000 BCയിലാണ് വന്നത്. അതിൻ്റെ ബേസ് ഓഫ് ദ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 10 ആയിരിക്കും. ദെൻ ഡിഫറെൻറ്റ് സിമ്പിൾസ് ഉണ്ട്, 1 to 9, 10 to 90, 100 to 900 ആൻഡ് 1000 to 9000. ഡിഫറെൻറ്റ് സിമ്പിൾസ് ഉണ്ട്. അത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എഴുതുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം പറ്റി. അടുത്തത് അവിടെ കാണാമല്ലോ അല്ലേ, സമേറിയൻ ഓർ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം. ഇറ്റ് യൂസ്ഡ് 60 ആസ് ഇറ്റ് നമ്പർ ബേസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 10 ആണ് ബേസ് എന്ന്. ഇവിടെ 60 എന്ന നമ്പറിൻ്റെ ബേസ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഹെക്സാഡെസിമൽ സിസ്റ്റം. അപ്പോൾ ഇതൊരു ലാർജസ്റ്റ് ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ്. ആൻഡ് ന്യൂമറൽസ് ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ് ന്യൂമറൽസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് ബേസ് ദാറ്റ് പീപ്പിൾ എവർ യൂസ്ഡ് ഇൻ നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇത്രയും നമ്പർ സിസ്റ്റംസ് പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും ലാർജസ്റ്റ് ബേസ് ഉള്ളത് ഈ ബാബിലോണിയൻ നമ്പർ സിസ്റ്റത്തിലാണ്. ഇതിനൊരു വേറൊരു പ്രത്യേകത, അവർ സീറോ കാണിക്കാനായിട്ട് സിമ്പിൾ ഒന്നുമില്ല, പക്ഷേ കൺസെപ്റ്റ് ഉണ്ട്. അവർ ജസ്റ്റ് ഒരു ബ്ലാങ്ക് സ്പേസ് ഇടുകയാണ് ചെയ്യുക സീറോന് വേണ്ടിയിട്ട്. ഇപ്പം ഒന്ന് കണ്ടോ, ഇതാണ് 1, 2, 3 കാണുന്നില്ലേ.
അപ്പോൾ ഡിഫറെൻറ്റ് സിമ്പിൾസ് ഓരോന്നിനും ഉണ്ട്. ഈ കാണുന്ന കാറ്റഗറി ചൈനീസ് നമ്പർ സിസ്റ്റം ആണ് കേട്ടോ. ചൈനീസ് നമ്പർ സിസ്റ്റം കുറച്ചും കൂടിയും ക്ലോസ് ടു അവർ മോഡേൺ നമ്പർ സിസ്റ്റം ആണ്. ഇറ്റ് എമേർജ്ഡ് അറൗണ്ട് ഇൻ 2500 BC. 2500 ഇപ്പോഴും BC-ൽ തന്നെയാണ് കേട്ടോ ചൈനീസ് നമ്പർ സിസ്റ്റം വരുന്നത്. ഇത് സിംപ്ലസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് നമ്പർ സിസ്റ്റം ആയിരുന്നു. ദെൻ ചൈനീസിന് 1 to 9 അവർ നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 1 to 9 നമ്പേഴ്സ് വെച്ചിട്ട്, അതായത് 1 തൊട്ട് 9 വരെ ഓരോ കണ്ടില്ലേ, 1 2 3 ഓരോ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഇപ്പോൾ 91 ആണെങ്കിൽ 9ൻ്റെയും 1ൻ്റെയും റെപ്രസെൻറ്റേഷൻ എഴുതുക. അപ്പോൾ അങ്ങനെയാണ് ചൈനീസ് ചെയ്തിരുന്നത്. ബേസ് 10 തന്നെയാണ്. നോർമലി അവർ ചെറിയ റോഡ്സ് ഒക്കെ വെച്ചിട്ട്, ബാംബു റോഡ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഈ 1 to 9 നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് കേട്ടോ. ഇപ്പോൾ 9 to 4 ആണെങ്കിൽ 9ൻ്റെ സിമ്പിൾ എഴുതുക, 2ൻ്റെ സിമ്പിൾ എഴുതുക, 4ൻ്റെ സിമ്പിൾ എഴുതുക. അപ്പം ഇങ്ങനെയാണ് ചൈനീസ് നമ്പർ സിസ്റ്റം. അടുത്തത് ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ഒരു 500, ഇപ്പോൾ കുറേ കൂടെ അടുത്ത് തുടങ്ങി. 500 BC-യിലാണ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം വരുന്നത്. ആൻഡ് ലോണിയൻ നമ്പർ സിസ്റ്റം എന്നും പറയുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ഡെസിമൽ നമ്പർ സിസ്റ്റം. ആൻഡ് ദ ഗ്രീക്സ് ഓൾസോ ഡി നോട്ട് ഹാവ് എനി സിമ്പിൾ ഫോർ സീറോ. നേരത്തെ പോലെ തന്നെ സീറോന് സിമ്പിൾ ഒന്നുമില്ല. ഇത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഗ്രീക്ക് നമ്പർ സിസ്റ്റം നമ്മൾ ഇപ്പോൾ നോക്കിയാൽ 500 BC-യിൽ ഉണ്ടായിരുന്ന നമ്പർ സിസ്റ്റം ആണ്. സ്റ്റിൽ വി ആർ യൂസിങ് ദിസ്. ഇപ്പോൾ ഈ സിമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആൽഫ. നമ്മുടെ മാത്തമാറ്റിക്സിലും ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെയുള്ള ഇക്വേഷൻസിലും ഒക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, ഈ തീറ്റ കണ്ടിട്ടുണ്ടായിരിക്കും. ദെൻ കാപ്പ, ലാംഡ, മ്യൂ, ന്യൂ, പൈ എല്ലാവർക്കും അറിയാം. റോ, സിഗ്മ, ഫൈ, സൈ, ഒമേഗ, ഇങ്ങനെ ഈ ഒരുപാട് സിമ്പിൾസ്. ഈ സിമ്പിൾസ് എല്ലാം സ്റ്റിൽ വി ആർ യൂസിങ് ദീസ് സിമ്പിൾസ്. സോ ഇതാണ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം കേട്ടോ. അപ്പോൾ ഇറ്റ് വാസ് അതിൽ ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തിൽ നമ്പർ 1 ആണ് ആൽഫ. അപ്പോൾ ഓരോ നമ്പേഴ്സിനാണ് കറസ്പോണ്ടിങ് സിമ്പിൾസ്. പക്ഷെ നമ്മളിപ്പോൾ ഈ സിമ്പിൾസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. നമ്പേഴ്സിനായിട്ടല്ല. അതായത് ഇപ്പോൾ സപ്പോസ് 2 എന്നുള്ള നമ്പറിനെയാണ് നമ്മൾ ബീറ്റ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ ബീറ്റ എന്നുള്ള ഒരു ആ റെപ്രസെൻറ്റേഷൻ, ആ സിമ്പിളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾസൊക്കെ ഗ്രീക്ക് സിമ്പിൾസൊക്കെ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ്. ഇനി ഈ കാണുന്നത് നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ്, റോമൻസ് നമ്പർ സിസ്റ്റം. റോമൻസ് സ്റ്റാർട്ടഡ് യൂസിങ് മാത്തമാറ്റിക്സ് ഫോർ മോർ പ്രാക്ടിക്കൽ പർപ്പസസ്. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, ബ്രിഡ്ജ്, ഇതിനൊക്കെ റോമൻസ് യൂസ് ചെയ്ത് തുടങ്ങി. റോമനിൽ ശരിക്കും 7 ലെറ്റേഴ്സ് ആണുള്ളത്. ഇത് ഐ കാണുന്നത്, ക്യാപിറ്റൽ ഐ, ക്യാപിറ്റൽ വി, എക്സ്, എൽ, സി, ഡി, എം. നമ്മൾ എന്തായാലും ആദ്യത്തെ 3 എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കാരണം ഇപ്പോൾ +1 എന്ന് എഴുതണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? 11 +1 അല്ല 11. അപ്പോൾ ഈ എക്സും എഴുതും ഐയും എഴുതും അല്ലേ. 12 ആണെങ്കിൽ എക്സ് എഴുതും, ഐ 2 പ്രാവശ്യം എഴുതും. ബാക്കി ഈ ഐൻ്റെയും വീൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ 10 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, 10th വരെ. അപ്പോൾ ഇതാണ് നമ്പേഴ്സ്. 7 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട് കേട്ടോ. ഐ എന്ന് പറയുന്നത് 1 ആണ്, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ്, എക്സ് ആണ് 10. അത് നമുക്കറിയാം. +1 എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ 11 എന്ന് പറയണമെങ്കിൽ 10ഉം 1ഉം വരണം അല്ലേ. ദെൻ എൽ 50 ആണ്, സി 100 ആണ്, ഡി = 500 ആൻഡ് എം = 1000. ഇങ്ങനെ 7 ലെറ്റേഴ്സ് ആണ് റോമൻ നമ്പർ സിസ്റ്റംസിനുള്ളത്. ആൻഡ് സ്റ്റിൽ വി ആർ യൂസിങ് ദിസ് നമ്പർ സിസ്റ്റം. ആൻഡ് ഇത് പറയുന്നത് മായൻസ് നമ്പർ സിസ്റ്റം ആണ്. അടുത്തൊരു സിവിലൈസേഷൻ ആണ് മായൻ സിവിലൈസേഷൻ്റെ നമ്പർ സിസ്റ്റം ആണ് ഇത്. ഇവരുടെ ബേസ് 20 ആണ്. ആൻഡ് ഇത് ബേസ് 20 ആവാൻ കാരണം കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ട്, അതായത് നമ്മളുടെ ഫിംഗേഴ്സിൻ്റെയും ടോസിൻ്റെയും സമ്മ് കൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫിംഗേഴ്സിൻ്റെയും ടോസിൻ്റെയും സമ്മ് 20 എന്നുള്ള നിലയ്ക്കാണ് ഇവർ 20 എന്നുള്ള ബേസ് എടുത്തിട്ടുള്ളത്. ഇറ്റ് കുഡ് പ്രൊഡ്യൂസ് വെരി ആക്യുറേറ്റ് ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻസിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവരിത് യൂസ് ചെയ്തിരുന്നത്, ഈ നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിരുന്നത്. സീറോൻ്റെ സിമ്പിളാണ് കണ്ടോ, ഒരു വഞ്ചി പോലെ ഉണ്ടല്ലേ സീറോൻ്റെ ഒരു സിമ്പിൾ. ആൻഡ് ഓരോന്നിനുള്ള സിമ്പിൾസ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ വെറുതെ കണ്ടാൽ മതി. ദെൻ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. ഇതൊരു നമ്പർ സിസ്റ്റം ആണ്. അത് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. വേൾഡിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ് ഈ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. ഇത് 1500 years ago ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള number system ആണ്. It was a positional decimal number system and had a symbol for 0. This invention can indeed be termed as one of India's greatest contribution to the world.
പിന്നെ കുറേ കൺട്രീസ് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ നമ്പർ സിസ്റ്റം ട്ടോ. അപ്പൊ ഹിന്ദു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാല് കാണാം. കണ്ടോ ഇത് സീറോന്റെ സിമ്പലാണ്. ഇത് 1, 2, 3 ഈ സിംബൽസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പരിചയം കാണും. നമ്മൾ ഈ ഹിന്ദിയിൽ ന്യൂമറൽസ് എഴുതുമല്ലോ. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഈ 2ഉം 3ഉം 4ഉം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സോ ഇതാണ് ഹിന്ദു നമ്പർ സിസ്റ്റം. ഇത് ബ്രഹ്മി അങ്ങനെ ഓരോ ഡിഫറെന്റ് നമ്പർ സിസ്റ്റംസ് ആണ്. ഇത് കൺവേർട്ട് ചെയ്ത് ഇതാണ് മോഡേൺ നമ്പർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്പർ സിസ്റ്റംസ് വരുന്നത് ട്ടോ. ഓക്കെ. അപ്പം നമ്മൾ കുറച്ചധികം നമ്പർ സിസ്റ്റംസ് കണ്ടു. അപ്പോൾ എല്ലാതും ജസ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, ഗ്രീക്ക് നമ്പർ സിസ്റ്റം, ബാബിലോണിയൻ നമ്പർ സിസ്റ്റം, ബാബിലോണിയൻ ഓർ സമ്മേറിയൻ നമ്പർ സിസ്റ്റം, ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം, ഓക്കെ, റോമൻസ് നമ്പർ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ കുറേ നമ്പർ സിസ്റ്റംസ് നമ്മൾ കണ്ടു. ഇനി അടുത്ത ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ 2 ടോപ്പിക്കാണ് മെയിൻ ആയിട്ടുള്ളത്. ആദ്യത്തേത് നമ്പർ സിസ്റ്റം. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തേത് ഇവല്യൂഷൻ ഓഫ് ദ കമ്പ്യൂട്ടിംഗ് മെഷീൻ. ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാണ് അബാക്കസ് അല്ലേ. then ഇതൊരു അനലിറ്റിക്കൽ എഞ്ചിൻ എന്നാണ് പറയുക. അത് ഡിഫറൻസ് എഞ്ചിൻ ആണ്, ഹോളറിറ്റ്സ് മെഷീൻ ആണ്, ജാക്വേർഡ്സ് ലൂം ആണ്, പേഴ്സണൽ കമ്പ്യൂട്ടർ. അപ്പോൾ അതാ ഇവിടെ തുടങ്ങി ഇങ്ങോട്ടുള്ള ആ ഒരു ലാപ്ടോപ്പ് ഇവിടെ തുടങ്ങി ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീൻ. അപ്പോൾ ഈ ആദ്യത്തെ ഒരു കൗണ്ടിങ് മെഷീൻ അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ് ഈ അബാക്കസ്. അപ്പോൾ ഈ അബാക്കസിന്ന് തുടങ്ങി ഇന്ന് കിട്ടുന്ന നോട്ട്ബുക്കോ ലാപ്ടോപ്പിലോട്ടോ എത്തി നിൽക്കുന്നത് ഒരുപാട് ട്രാൻസ്ഫോർമേഷനിൽ കൂടിയാണ്. പ്രോഗ്രസീവായിട്ട് കുറേ എവല്യൂഷൻ, അതിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. During the period from 3000 BC to 1450 AD, human beings started communicating and sharing information with the aid of simple drawings and later through writings. അപ്പോൾ ഒരു 3000 BC തൊട്ട് നമ്മൾ നമ്മുടെ പഴയ ആൾക്കാർ ഓരോന്ന് കണ്ടുപിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, മറ്റൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ, റെക്കോർഡ് ചെയ്ത് വെക്കാൻ കുറേ മെത്തേഡ്സ്. അവർ കുറേ ഡ്രോയിങ്ങുമായിട്ടും പലയിടത്തും വരച്ചിട്ടിട്ടും പതുക്കെ എഴുത്ത് കണ്ടുപിടിച്ചു. അങ്ങനെ അങ്ങനെ പയ്യാണ് ഓരോ ഡെവലപ്മെൻറ്റും ഉണ്ടായത്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് നമ്പർ സിസ്റ്റം വന്നപ്പോൾ നമുക്ക് അബാക്കസ് കണ്ടുപിടിക്കുകയാണ്. ദ ഫസ്റ്റ് കമ്പ്യൂട്ടിംഗ് മെഷീൻ. ഓക്കെ, ഫസ്റ്റ് എവർ കമ്പ്യൂട്ടിംഗ് മെഷീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇയാളാണ്. ഇതാണ് അബാക്കസ്. അബാക്കസ് കാണാത്തവർ ആരും ഉണ്ടാവില്ല. സ്കൂളിലായിരുന്നപ്പോൾ നമ്മൾക്ക് പണ്ട് ഇതിങ്ങനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ സ്ലേറ്റ് ഒക്കെയും പണ്ട് കിട്ടുന്ന സ്ലേറ്റിന്റെ മേളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ഇതാണ് അബാക്കസ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു അബാക്കസ് ട്രെയിനിങ് എന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ട് വരുന്നതാണ്. കുറേ ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സ് ഒക്കെ വളരെ സിമ്പിൾ ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അബാക്കസ് ഡിസ്കവർ ചെയ്തത് മെസപ്പൊട്ടാമിയൻസ് ആണ്. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോ അറൌണ്ട് 3000 BC തന്നെ ഈ പറഞ്ഞ അബാക്കസ് കണ്ടുപിടിച്ചിട്ടുണ്ട് മെസപ്പൊട്ടാമിയൻസ്. അബാക്കസിന്റെ മീനിങ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റിംഗ് ബോർഡ്, അങ്ങനെയാണ് മീനിങ് വരുന്നത്. അബാക്കസിന് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കൺസിസ്റ്റ് ഓഫ് കുറച്ച് ബീഡ്സ് ഉണ്ടായിരിക്കും. മൂവബിൾ റോഡ്സ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. കുറച്ച് വെർട്ടിക്കൽ റോഡ് ഉണ്ട്. ആ വെർട്ടിക്കൽ റോഡിൽ കുറേ ബീഡ്സ് ഉണ്ട്. അപ്പോൾ ഈ റോഡ് രണ്ടായിട്ട് രണ്ട് പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ അബാക്കസ് മേ ബി കൺസിഡർ ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഫോർ ബേസിക് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ. അബാക്കസ് നമ്മൾ കൗണ്ടിങ് ഫ്രെയിം എന്ന് പറയാം. കാൽക്കുലേറ്റിംഗ് ടൂൾ ആണ് എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ നമ്മളുടെ ചൈനീസ് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തു അബാക്കസിനെ. ഒരു ഫ്രെയിം ആക്കി. ആ ഫ്രെയിമിൽ കുറച്ച് വെർട്ടിക്കൽ വയേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഓരോ വയറിലും 7 ബീഡ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ഒരു ഹൊറിസോണ്ടൽ ഡിവൈഡർ ഉണ്ട് ഈ ബീഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. താഴെ 5 എണ്ണവും മേളിൽ 2 എണ്ണവും എന്നുള്ളതിലാണ് ആ ഫ്രെയിം സെപ്പറേറ്റ് ചെയ്യുന്നത്, ഡിവൈഡർ. ഇനി അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ പ്ലേസ് വാല്യൂ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പ്ലേസ് വാല്യൂൻ്റെ ഡിജിറ്റിൻ്റെ പ്ലേസ് വാല്യൂ മെത്തേഡ് വെച്ചിട്ടാണ് അബാക്കസിൽ ചെയ്യുക. പ്ലേസ് വാല്യൂ സിസ്റ്റത്തിലാണ് അബാക്കസ് വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അബാക്കസിൽ ഒരു നമ്പർ റീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിട്ടൺ ന്യൂമറൽ റീഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. വളരെ ഈസിയാണ്. അതായത് ഇപ്പോൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ 5 എണ്ണവും ഞാനിത് വെച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് നമ്മളുടെ അബാക്കസ്. ഇപ്പം താഴെ 5 എണ്ണം ഉണ്ട്, മേലെ 2 എണ്ണം ഉണ്ട്. താഴെയുള്ള ഓരോ ബീഡിൻ്റെയും വാല്യൂ 1 ആണ്. മേളിലത്തെ ഓരോ ബീഡിൻ്റെയും വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇത് 5 അല്ലേ. 1 2 3 4 5 5 ബീഡ്സ് ഉണ്ട്, അതിൻ്റെ വാല്യൂ 5. മേളിൽ 2 ബീഡ്സ് ഉണ്ട്, 5 5 ഓരോന്നിൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 10 ആണ് വാല്യൂ, ഇവിടെ 5 ആണ് വാല്യൂ. അപ്പോൾ ഒരു വയറമ്മ 15 ആണ് വാല്യൂ എടുക്കുന്നത് കേട്ടോ.
ഇനി ഈ നമ്പർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ബാർ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് വെക്കണം. അങ്ങനെ പുഷ് ചെയ്ത് വെക്കുന്നതിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഒരു നമ്പർ റെപ്രസെന്റേഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 2364 എന്നുള്ള നമ്പർ റെപ്രസെന്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. 2364 റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇതാ 2364. ഇപ്പം 4 കോമൺ വയറാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ വയറിൽ നമുക്ക് വേണ്ട വാല്യൂ 2 ആണ്. അപ്പോൾ താഴേന്ന് ഓരോന്നിൻ്റെയും വാല്യൂ 1 ആണെന്ന് പറഞ്ഞല്ലോ. 2നെ അങ്ങോട്ട് പുഷ് ചെയ്ത് വെക്കുക. 3നെ പുഷ് ചെയ്ത് വെക്കുക. 6 എന്ന് പറയുമ്പോൾ ഇവിടെ ആകെ 5 എണ്ണേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 6 ഇവിടെ കിട്ടില്ല. ഞാൻ മേലെന്ന് ഒരു 5 ഒരെണ്ണം എടുത്തു. മേലത്തെ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 5 ആണ്. 5 താഴെ നിന്ന് ഒരെണ്ണം എടുത്തു. 6 ആയി. ദെൻ 4 2364. അപ്പോൾ ഇത് വെറുതെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഇതാണ് അബാക്കസ്. നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യുക അബാക്കസിലൊന്നും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പോലും അങ്ങനെയൊന്നും ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. ഇങ്ങനെയൊന്നും വരികയില്ല. വെറുതെ നമുക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. അപ്പം അബാക്കസ് എന്താന്ന് പറയാം. അതായത് 3000 BC-യിൽ മെസപ്പൊട്ടാമിയൻസ് കണ്ടുപിടിച്ചു ഈ അബാക്കസ്. കൗണ്ടിങ് മെഷീൻസ് ആണ്. അപ്പോൾ അവരൊന്ന് കൗണ്ട് ചെയ്യാനും നമ്പർ സിസ്റ്റം ഒക്കെ വന്നപ്പോൾ തന്നെ കുറച്ച് നമ്പേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ തന്നെ അവർ ഓരോ മാനുവൽ മെത്തേഡ് മാറ്റി ഒരു മെഷീൻ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് അബാക്കസ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് അബാക്കസ് കുറച്ചും കൂടെ കഴിഞ്ഞ് ചൈനീസ് ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ 7 ബീറ്റ്സ് ഉള്ള വെർട്ടിക്കൽ വയേഴ്സും ഒരു ഹൊറിസോണ്ടൽ സെപ്പറേറ്ററും ആണ് അബാക്കസ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി കേട്ടോ. ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഈവൻ ടുഡേ. ഇത് പണ്ട് 3000 BC-യിൽ ആലോചിച്ച് നോക്കൂ. BC ആണ് പറയുന്നത്. 3000 BC-യിൽ കണ്ടുപിടിച്ച ആ ഒരു സംഭവമാണ്. സ്റ്റിൽ വി ആർ യൂസിങ് ദിസ് അബാക്കസ് ഈവൻ ടുഡേ ബൈ ചിൽഡ്രൻ ടു ലേൺ കൗണ്ടിങ്. A skilled abacus operation can be as fast as a handheld calculator. കറക്റ്റായിട്ട് അബാക്കസ് പഠിച്ച ഒരാളുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കാൽക്കുലേറ്ററിന്റെ അത്രയും സ്പീഡ് തന്നെ കിട്ടുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് എവർ കാൽക്കുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് അബാക്കസ് ആയിരുന്നു. രണ്ടാമത്തെ കാറ്റഗറിയാണ് നാപ്പിയേഴ്സ് ബോൺ. പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കി പോയാൽ മതി കേട്ടോ. ഇതാണ് നാപ്പിയർ കേട്ടോ. ജോൺ നാപ്പിയർ വാസ് എ മാത്തമാറ്റീഷ്യൻ ഹു ഡിവൈസ്ഡ് എ സെറ്റ് ഓഫ് നമ്പറിംഗ് റൂൾസ് known as Napier's bonds in 1617 AD. അപ്പോൾ അത് 3000 BC ആയിരുന്നു. അത് കഴിഞ്ഞ് 1617 AD ആയപ്പോഴാണ് അടുത്തൊരു മൈൽ സ്റ്റോൺ പോലെ പറയാവുന്ന നാപ്പിയേഴ്സ് ബോൺസ് വന്നത്. ഇത് ആക്ച്വലി നമുക്ക് ഇത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും വരുന്നത്. ഒരു വലിയൊരു നമ്പറിനെ ഒരു സിംഗിൾ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നാപ്പിയേഴ്സ് ബോൺസ് ബെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതാണ് നാപ്പിയേഴ്സ് ബോൺസ്. ഓരോ നമ്പറിനും ഒരു റോഡ് ഉണ്ട്. ഈ റോഡിൽ കുറേ നമ്പേഴ്സും കാണാം. സ്ട്രിപ്പ് എന്ന് പറയാം നമുക്ക്. 1ന്റെ സ്ട്രിപ്പ്, 2ന്റെ സ്ട്രിപ്പ്, അങ്ങനെ ഓരോ സ്ട്രിപ്പിലും കുറേ നമ്പേഴ്സ് കാണാം. അപ്പോൾ ശരിക്കും അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ 7ന്റെ സ്ട്രിപ്പ് എടുത്തു. കണ്ടോ, 7ന്റെ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് 7ന്റെ സ്ട്രിപ്പ്. അപ്പോൾ ഇത് ശരിക്കും അത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. 7 1s are 7, 7 2s are 14, 7 3s are 21, 7 4s are 28. കണ്ടോ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അപ്പോൾ ഓരോ റോഡുകളായിട്ടാണ്. കണ്ടോ, ഇതാണ് നാപ്പിയർ ബോൺ കേട്ടോ. ആൻഡ് ദേ ഓൾസോ ഇൻവെൻറ്റഡ്, നാപ്പിയർ തന്നെയാണ് ലോഗരിതം. നമ്മൾ ലോഗരിതം ഒക്കെ ഇപ്പോൾ പഠിക്കും. +1 +2-ൽ ലോഗരിതം പഠിക്കുന്നുണ്ട്. നമുക്ക് ലോഗരിതമിക് ടേബിളും അത് വെച്ചിട്ട് എങ്ങനെയാണ് മാത്സ് ചെയ്യാന്നൊക്കെ പഠിക്കുക കേട്ടോ. സോ ജോൺ നാപ്പിയർ ഇൻവെൻറ്റഡ് ലോഗരിതം ഇൻ 1614-ൽ കണ്ടുപിടിച്ചതാണ്. ആൻഡ് ദാറ്റ് റെഡ്യൂസ് എ ടെരിയസ് മൾട്ടി ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ടു അഡീഷൻ. സിമ്പിൾ അഡീഷൻ പ്രോബ്ലംസ് ആയിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻസിനെ മാറ്റാൻ, വലിയ നമ്പേഴ്സൊക്കെ ഉള്ള മൾട്ടിപ്ലിക്കേഷനെ മാറ്റാനായിട്ട് ഈ ലോഗരിതം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മളിപ്പോൾ കണ്ടു നാപ്പിയേഴ്സിൻ്റെ ആ ഒരു സ്ട്രിപ്പും ടൈം ടേബിളാണ്. ഒരു സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ, വലിയൊരു നമ്പറിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ, അല്ല സിംഗിൾ ഡിജിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നാപ്പിയേഴ്സ് ബോൺ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വലിയൊരു നമ്പർ കണ്ടോ, ഈ നമ്പറിനെ നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഓരോ നമ്പേഴ്സിനും ഓരോ സ്ട്രിപ്പ് ഉണ്ടാവുമല്ലോ. ആ സ്ട്രിപ്പ് എഴുതുക, അതിൽ 7ന്റെ കോളം എടുക്കുക. ഇതൊരു സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിൽ കൂടെ നമുക്കിത് കിട്ടും. ഇപ്പോൾ 2 ഇൻറ്റു ഇതാണ് ഓപ്പറേഷൻ. 2 ഇൻറ്റു 8 + 1 ഇൻറ്റു 4 + 3 ഇൻറ്റു 5 + 6 ഇൻറ്റു 3 + 1 ഇൻറ്റു 4 + 5 ഇൻറ്റു 6. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നാപ്പിയേഴ്സ് ബോൺ എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് എത്രയേ ഉള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. ഇപ്പോൾ ഓരോ നമ്പറിനും ഓരോ സ്ട്രിപ്പ് ഉണ്ട്. ആ സ്ട്രിപ്പിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിരിക്കും. ലാർജർ ഡിജിറ്റുള്ള നമ്പറിനെ ഒരു സിംഗിൾ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നാപ്പിയേഴ്സ് ബോൺസ് ബെസ്റ്റ് ആണ്. അടുത്തത് ആണ് പാസ്കലൈൻ. ഇതാണ് പാസ്കൽ. Blaise Pascal was a French mathematician and one of the first modern scientists to develop a calculator. അപ്പോൾ കാൽക്കുലേറ്റർ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആളാണ് ഈ കക്ഷി കേട്ടോ. ദിസ് മെഷീൻ വാസ് ഓപ്പറേറ്റഡ് ബൈ ഡയലിംഗ് എ സീരീസ് ഓഫ് വീൽസ്, ഗിയേഴ്സ് ആൻഡ് സിലിണ്ടേഴ്സ്. കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മൊബൈലിൽ കാൽക്കുലേറ്റർ ഉണ്ടല്ലേ, പിന്നെ നമ്മളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കും. ആ കാൽക്കുലേറ്ററായിട്ട് കമ്പയർ ചെയ്യരുത്.
ആദ്യത്തെ കാൽക്കുലേറ്റർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണോ? ആദ്യത്തെ കാൽക്കുലേറ്ററിൽ വീൽസും ഗിയേഴ്സും സിലിണ്ടേഴ്സും ഒക്കെയുണ്ട്. ഡയലിംഗ് ഓപ്പറേഷൻ ഒക്കെയാണ്. അതിന്റെ പേരായിരുന്നു പാസ്കലൈൻ എന്നായിരുന്നു പേര്. ആൻഡ് ഹിയർ കംസ് ദ ഫസ്റ്റ് കാൽക്കുലേറ്റർ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കാൽക്കുലേറ്റർ. ഒന്ന് നോക്കിയേ, ദ പാസ്കലൈൻ കാൽക്കുലേറ്റർ. ഇതിൽ എങ്ങനെയാണോ അവ ചെയ്തിരുന്നത് അല്ലേ? ഇതാണ് കാൽക്കുലേറ്റർ കേട്ടോ. ലെബനിസ് കാൽക്കുലേറ്റർ. അടുത്തത് പാസ്കലൈൻ കഴിഞ്ഞു. ഇയാളാണ് ലെബനിസ്. ഇയാളുടെ ഒരു ഫുൾ നെയിം എന്ന് പറയുന്നുണ്ടല്ലോ, ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിലോസഫർ ഗോഡ്ഫ്രൈഡ് വിലം വോൺ ലെബനിസ് ഡിസൈൻഡ് എ കാൽക്കുലേറ്റിംഗ് മെഷീൻ കോൾഡ്, പേര് ഇതാണ്, സ്റ്റെപ്പ് റെക്കണർ എന്നുള്ളൊരു മെഷീനാണ് കണ്ടുപിടിച്ചത്. അപ്പം നേരത്തെ ആ കാൽക്കുലേറ്ററിന് കുറച്ചും കൂടെ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടാണ് ലെബനിസ് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ മെഷീൻ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. സോ ഇത് പാസ്കലിന്റെ ഐഡിയാസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ്. പിന്നെ കുറച്ചും കൂടെ കാപ്പബിലിറ്റീസ് കൂട്ടി, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പോസിബിൾ ആണ് അതിൽ കേട്ടോ. അടുത്തത് ജാക്വേർഡ്സ് ലൂം. സോ ജാക്വേർഡ്സ് ലൂം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെക്കാനിക്കൽ ലൂം ഇൻവെന്റഡ് ബൈ ജോസഫ് മേരി ജാക്വേർഡ്. ദെൻ ഇറ്റ് സിംപ്ലിഫൈസ് ദി പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ടെക്സ്റ്റൈൽസ് വിത്ത് കോംപ്ലെക്സ് പാറ്റേൺ. സോ നമ്മൾ ലൂം എന്ന് പറയില്ലേ, ലൂം എന്താണ്? ഈ ഡ്രസ്സൊക്കെയും തറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹാൻഡ്ലൂം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? സോ ആ മെഷീൻസ് ആണ് ലൂം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ജാക്വേറിന്റെ ഓട്ടോമാറ്റിക് ലൂമാണിത്. സോ ഇത് loom is controlled by punched cards with punched holes, each row of which corresponds to the one row of the design. So ഇവിടെ ഈ ലൂമിനേക്കാളും കൂടുതൽ ക്ലിക്ക് ആയത് ഈ പഞ്ച്ഡ് കാർഡ്സും പഞ്ച്ഡ് ഹോൾസും ആണ്. ഇറ്റ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഹ്യൂമൻ ലേബർ. ഇറ്റ് ഓൾസോ അലൗഡ് ടു സ്റ്റോർ പാറ്റേൺസ് ഓൺ കാർഡ്സ് ടു ബി യൂട്ടിലൈസ്ഡ് അഗെയിൻ ടു ക്രിയേറ്റ് ദ സെയിം പ്രോഡക്റ്റ്. അപ്പോൾ ഒരു ഡിസൈന് ഓൾറെഡി നമ്മൾ ഒരു കാർഡിൽ, പഞ്ച്ഡ് കാർഡ്, ഇപ്പോൾ കാർഡിൽ ഇങ്ങനെ ഹോൾസ് ആക്കി പഞ്ച് ചെയ്യാണ്, അങ്ങനെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഈ കൺസെപ്റ്റിന് പറയുന്നത് നമുക്ക് ഡാറ്റ സ്റ്റോറിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഈ പഞ്ച്ഡ് കാർഡ്സും പഞ്ച്ഡ് ഹോൾസ് ഉള്ള പഞ്ച്ഡ് കാർഡ്സ്. അപ്പം ഈ കൺസെപ്റ്റാണ് were innovative because the cards had the capability to store information. നമ്മളുടെ മെമ്മറി, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ മെമ്മറി എന്ന് പറയുന്ന പോലെ ആദ്യത്തെ മെമ്മറിയാണ് ഈ പഞ്ച്ഡ് കാർഡ്സ്. പഞ്ച്ഡ് കാർഡ്സിൽ നമ്മൾ ഡാറ്റാസ് ഒക്കെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ദിസ് എബിലിറ്റി ടു സ്റ്റോർ ഇൻഫർമേഷൻ ട്രിഗർ ദ കമ്പ്യൂട്ടർ റെവല്യൂഷൻ. ഈ ഒരു എബിലിറ്റി ടു സ്റ്റോർ ഇൻഫർമേഷൻ ആണ് കമ്പ്യൂട്ടർ റെവല്യൂഷൻ്റെ തുടക്കമായിട്ട് വരുന്നത്. ആൻഡ് ഈ കൺസെപ്റ്റ് നമ്മളുടെ ചാൾസ് ബാബേജ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഇസ് ചാൾസ് ബാബേജ് എന്ന്. സോ ചാൾസ് ബാബേജ് adopted this punched card concept to control his analytical engine and later by Herman Hollerith. അപ്പോൾ അനലറ്റിക്കൽ എൻജിൻ ചാൾസ് ബാബേജിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആണ് അനലറ്റിക്കൽ എൻജിൻ. അപ്പോൾ അതിനു വേണ്ടി ചാൾസ് ബാബേജ് ഈ പഞ്ച്ഡ് കാർഡ്സ് യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഹെർമൻ ഹോൾറിത്ത് എന്നുള്ള വേറൊരു സയൻറ്റിസ്റ്റും ഉണ്ട്. അദ്ദേഹം കണ്ടുപിടിച്ചത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ എവല്യൂഷനിലെ ഒരു പാർട്ട് കണ്ടുപിടിച്ചത് ആൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് കണ്ടുപിടിച്ച ആളാണ്. സോ ഇവരെല്ലാവരുടെയും ഈ പഞ്ച്ഡ് കാർഡ് കൺസെപ്റ്റാണ് ഇവരെല്ലാവരും എടുത്തത്. ഇപ്പോൾ ഡിഫറൻസ് എൻജിൻ, ഇതാണ് നമ്മുടെ ചാൾസ് ബാബേജ്. Charles Babbage started working on difference engine that could perform arithmetic calculation, print result automatically. അപ്പോൾ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് എല്ലാതും അതിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡിഫറൻസ് എൻജിൻ കൊണ്ടുവന്നത്. മാത്തമാറ്റിക്കൽ ടേബിൾസ് എടുക്കാൻ, ഇതിനെല്ലാം എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷനും. അപ്പോൾ ഇതാണ് ഡിഫറൻസ് എൻജിൻ കേട്ടോ. ഈ കാണുന്നതാണ് ഡിഫറൻസ് എൻജിൻ. Then, on completing difference engine, he conceived the idea of a better machine that could perform not just one mathematical task, any kind of calculation. അപ്പോൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ മാത്രമല്ല, ഏത് ടൈപ്പ് കാൽക്കുലേഷൻ ചെയ്യാവുന്ന ഒരു മെഷീനിലേക്ക് വന്നു. ഡിഫറൻസ് എൻജിൻ സക്സസ് ആയപ്പോൾ അതാണ് അനലറ്റിക്കൽ മെഷീൻ. ഈ കാണുന്നതാണ് അനലറ്റിക്കൽ എൻജിൻ. അപ്പം ഇത് രണ്ടുമാണ് ചാൾസ് ബാബേജിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്നോവേഷൻസ്. ആൻഡ് ഈ രണ്ട് ഇന്നോവേഷനാണ് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു എവല്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. സോ അനലറ്റിക്കൽ എൻജിൻ ദ റിയൽ പ്രെഡിസസർ ഓഫ് ദ മോഡേൺ ഡേ കമ്പ്യൂട്ടർ. ഇറ്റ് മാർക്സ് ദ ഡെവലപ്മെൻറ്റ് ഫ്രം അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ടു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഷൻ എന്നുള്ള കൺസെപ്റ്റിലോട്ട് എത്തിച്ചു. ഇറ്റ് ഹാസ് മെനി ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ലൈക്ക് ദ എൻജിൻ ഹാഡ് മെമ്മറി ഉണ്ടായി, സെപ്പറേറ്റ് പ്രോസസ്സർ ഉണ്ടായിരുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടായിരുന്നു, ആൻഡ് ദേ വേർ ഓഫ് ദ ഫോം ഓഫ് പഞ്ച്ഡ് കാർഡ്സ് എന്ന ഫോമിലായിരുന്നു കേട്ടോ.
ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ള പഞ്ച്ഡ് കാർഡ്സ് ആയിരുന്നു. സോ ചാൾസ് ബാബേജ് ഗ്രേറ്റ് ഇൻവെൻഷൻസ്, ഡിഫറൻസ് എഞ്ചിൻ ആൻഡ് അനലിറ്റിക്കൽ എഞ്ചിൻ, ഏൺ ചാൾസ് ബാബേജ് ദ ടൈറ്റിൽ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ഇപ്പോൾ ചാൾസ് ബാബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നതിൻ്റെ റീസൺ ഈ ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക് എഞ്ചിനും കണ്ടുപിടിച്ചതുകൊണ്ടാണ്. അടുത്തത് ഹോളറിത്സ് മെഷീൻ. So, an American named Herman Hollerith fabricated the first electromechanical punched card tabulator കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. It used punched card for input, output and instructions. കണ്ടോ, ഇതാണ് ഹോളറിത്തിന്റെ ടാബുലേറ്റിംഗ് മെഷീൻ. ആൻഡ് കാർഡ്സും ദെൻ ഹോൾസും ആയിട്ടാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. കാർഡ്സിൽ ഹോൾസ് വെച്ചിട്ടാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ഹെർമൻ ഹോൾറിത്ത് ആണ് ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ എന്നുള്ള ഒരു കൺസോഷ്യം, ഒരു കമ്പനി നമ്മൾ പറയില്ലേ, കണ്ടുപിടിച്ചു. ദെൻ ആഫ്റ്റർ അതല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടുന്ന് ഒരുപാട് മേർജിങ്ങും കുറേ അതിന് ചേഞ്ചസ് വന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന IBM കേട്ടിട്ടുണ്ടാവും എല്ലാവരും, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് IBM കോർപ്പറേഷൻ ആയിട്ട് മാറിയത്. 1924 ഈ ഒരു ഹോളറിത്തിന്റെ ടാബ്ലറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ ആണ് IBM കോർപ്പറേഷൻ ആയിട്ട് രൂപാന്തരപ്പെട്ടത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കാറ്റഗറിയാണ് മാർക്ക് 1. ഹോവാർഡ് ഏക്കൻ ഇൻ കൊളാബറേഷൻ വിത്ത് എഞ്ചിനീയേഴ്സ് അറ്റ് IBM constructed a large automatic electromechanical computer. Aiken's machine called the Harvard Mark I. So this was the predecessor of computer അല്ലേ. മാർക്ക് 1 എന്ന് പറയുന്ന സിസ്റ്റം ഇതാണ്. ആൻഡ് ഇതിൽ നമുക്ക് കമ്പ്യൂട്ടേഷൻ മാത്രമല്ല, ഇറ്റ് വാസ് പ്രീ പ്രോഗ്രാം ടു മേക്ക് ഹാൻഡിൽ ലോഗരിതം, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. യൂസിങ് മാർക്ക് 1, 2 numbers could be added in 3 to 6 seconds നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻഡ് ഇപ്പോൾ നമുക്ക് ഈ 3 to 6 seconds എന്നുള്ളത് ഒരു അത്ര ഭയങ്കര ടൈമൊന്നുമല്ല, പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു വലിയൊരു സമയമായിരുന്നു. ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇറ്റ് യൂസ്ഡ് പേപ്പർ ടൈപ്പ് റീഡർ, കാർഡ് റീഡർ, പഞ്ച്ഡ് കാർഡ് ആൻഡ് ടൈപ്പ് റൈറ്റർ ഒക്കെ ആയിരുന്നു ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മാർക്ക് 1 വരെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയിൽ നമ്മൾ പറഞ്ഞത് അബാക്കസ് പറഞ്ഞു. അബാക്കസ് കഴിഞ്ഞിട്ട് നാപ്പിയേഴ്സ് ബോൺസ്, അത് കഴിഞ്ഞപ്പോൾ പാസ്കലൈൻ, അതായത് കാൽക്കുലേറ്റർ കൺസെപ്റ്റിലേക്ക് വന്നു. പാസ്കലൈനിന്ന് അടുത്തൊരു ടൈപ്പ് ഓഫ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് ലെബൻസ് കാൽക്കുലേറ്റർ ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞപ്പോൾ ജാക്വേർഡ്സ് ലൂം ആണ് ഈ പഞ്ച്ഡ് കാർഡ്സിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് വെച്ചിട്ട് നമ്മൾ ചാൾസ് ബാബേജ് ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക് എഞ്ചിൻ, ഈ 2 കൺസെപ്റ്റും കൊണ്ടുവന്നു. ദെൻ അതുപോലെ തന്നെ ആ കൺസെപ്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്നതാണ് ഹോളറിത്സ് മെഷീൻ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് മാർക്ക് 1. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു ധാരണ ഉണ്ടാക്കുക, അത്രയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്ലാസ്, ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട് 2 പോയിന്റ്സ് ആണ്. ഫസ്റ്റത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റംസ് ആയിരുന്നു. പണ്ട് തൊട്ടുള്ള എല്ലാ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് നമ്പർ സിസ്റ്റംസ് ആൻഡ് ദിയർ എക്സ്പ്ലനേഷൻ. ദെൻ ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു ഇപ്പോൾ പ്രസൻറ്റ് ചെയ്ത PPTൻ്റെ നോട്ട്സ് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നതായിരിക്കും എളുപ്പം. എന്നാലും നോർമലി കമ്പ്യൂട്ടർ സയൻസ് ഹബിൻ്റെ വീഡിയോസിനെല്ലാതും നോട്ട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും കേട്ടോ, ആവശ്യക്കാർക്ക് യൂസ് ചെയ്യാം. ദെൻ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലോ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.